ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 7. മേരി ദേവാലയത്തിൽ ക്രിസ്തുവിൻ്റെ ആഗമനത്തിനായി പ്രാർത്ഥിക്കുന്നു. മേരി അവളുടെ ചെറിയ മുറിയിലിരുന്ന് തുന്നുകയാണ്. ഏകദേശം 12 വയസ്സ് തോന്നിക്കും. കുട്ടികളുടേതുപോലുള്ള വട്ടമുഖം മാറി മുതിർന്നവരുടെ രീതിയിൽ ദീർഘവൃത്താകൃതിയിലുള്ള മുഖം പക്വതയും ചിന്തയും ഉദ്വേഗിപ്പിക്കുന്നു. സ്വർണ്ണ നിറമുള്ള ചുരുണ്ട മുടി തോളിലേക്ക് സ്വതന്ത്രമായി വീണുകിടന്നിരുന്നത് ഇപ്പോൾ രണ്ടായിട്ട് പിന്നി പിറകിലോട്ടിട്ടിരിക്കുന്നത് ഇടക്കെട്ട് വരെ ഇറങ്ങിക്കിടക്കുന്നു. വെള്ളവസ്ത്രം ധരിച്ച് സുന്ദരിയും നിർമ്മലയുമായ പെൺകുട്ടി. മുറി മുഴുവൻ വെള്ളനിറം. തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ ദേവാലയത്തിൻ്റെ ഗംഭീരമായ മധ്യഭാഗം കാണാം. മുറ്റങ്ങളും പൂമുഖങ്ങളും അവയിലേക്കുള്ള നടകളും കാണാം. ദേവാലയ മതിൽക്കെട്ടിനപ്പുറമുള്ള പട്ടണത്തിൻ്റെ വീഥികളും വീടുകളും തോട്ടങ്ങളും ഒലിവുമലയുടെ മുകൾ ഭാഗവും കാണാം. മേരി തുന്നുകയും പാടുകയും ചെയ്യുന്നു. നിർമ്മലമായ ജലത്തിൽ പ്രതിഫലിച്ചു കാണുന്ന ഒരു നക്ഷത്രം പോലെ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രകാശം കത്തിജ്വലിക്കുന്നു. എൻ്റെ ചെറുപ്പം മുതൽ അതെന്നോട് കൂടെ ഉണ്ടായിരുന്നു. ആർദ്രമായ സ്നേഹത്തോടെ അതെന്നെ നയിക്കുന്നു. ഭക്തി നിർഭരമായ ഹൃദയത്തിൽ നിന്നുയർന്ന ആ ഗാനം തുന്നലിനോടൊപ്പം അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. പിന്നീട് തുന്നൽ നിർത്തി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അവളുടെ ചെറിയ മുഖം നല്ലതുപോലെ പ്രകാശിക്കുന്നു. അവൾ മുകളിലേക്ക് തെളിവാർന്ന ആകാശത്തേക്ക് നോക്കുന്നു. അന്തരീക്ഷത്തിലെ പ്രകാശം മുഴുവൻ സ്വീകരിച്ച് അത് ചുറ്റിലും പ്രസരിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. അതിനേക്കാൾ കൂടുതലായി അവളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൂര്യൻ തൻ്റെ കിരണങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ട് അവളിൽ പ്രകാശിക്കുന്നു. അതവളുടെ ശരീരത്തിന് ഒരിളം റോസ് നിറം കൊടുത്ത് അതീവ മനോഹരമാക്കുന്നു. അവളുടെ മുഖത്തെ പ്രകാശം ലോകത്തിലെല്ലായിടത്തേക്കും പ്രസരിക്കുന്നു. ലോകത്തിൽ പ്രസരിക്കുന്ന സൂര്യനിലേക്കും അത് വ്യാപിക്കുന്നു. ഒരു വലിയ അനുഗ്രഹവും ഒരു വലിയ നന്മയുടെ വാഗ്ദാനവും. പ്രാർത്ഥനയ്ക്ക് ശേഷം മേരി എഴുന്നേൽക്കുമ്പോൾ സ്വർഗീയമായ ആ പ്രകാശം അവളുടെ മുഖത്തുണ്ട്. അവളുടെ അധ്യാപികയായ അന്ന മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കണ്ട് നിശ്ചലയായി നിൽക്കുന്നു. മേരി പുഞ്ചിരിച്ചുകൊണ്ട് അവളെ അഭിവാദനം ചെയ്യുന്നു. അന്ന ചോദിക്കുന്നു, നീ പ്രാർത്ഥിക്കുകയായിരുന്നുവോ? നിന്റെ പ്രാർത്ഥന നിനക്കൊരിക്കലും മതിയാകുന്നില്ലേ? എൻ്റെ പ്രാർത്ഥന മതിയാകും, എന്നാൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. എനിക്ക് ദൈവത്തോട് എത്ര അടുപ്പം തോന്നുന്നുവെന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ കഴിയുകയില്ല. അടുപ്പത്തേക്കാൾ കൂടുതൽ ഇന്ന് ദൈവം എൻ്റെ ഹൃദയത്തിനുള്ളിലാണ്. എൻ്റെ അഹങ്കാരം ദൈവം ക്ഷമിക്കട്ടെ, എന്നാൽ ഞാൻ ഏകാഗ്നിയാണെന്ന് എനിക്ക് വിചാരമില്ല. നോക്കൂ, അവിടെ സ്വർണ്ണവർണ്ണവും ധവളിമയും കലർന്ന ഇരട്ട വിരികളുടെ പിന്നിലുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രധാന പുരോഹിതനല്ലാതെ മറ്റാർക്കും നോക്കുവാൻ പോലും അനുവദിച്ചിട്ടില്ലാത്ത പരിഹാരബലിയുടെ പീഠത്തിലേക്ക് ഞാൻ നോക്കുന്നു. എന്നെ തെറ്റിദ്ധരിക്കരുതേ. ഇസ്രായേലിൻ്റെ മക്കളെല്ലാം ചെയ്യുന്നത് പോലെ ഏറ്റവും വണക്കത്തോടുകൂടി മാത്രമേ ഞാനും എൻ്റെ കണ്ണുകൾ അവിടേക്ക് ഉയർത്തുന്നുള്ളൂ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അഹങ്കാരം എന്നെ അന്ധയാക്കിയത് കൊണ്ട് പറയുന്നതാണെന്ന് ധരിക്കരുതേ. ഇസ്രായേലിൻ്റെ ഏറ്റവും ചെറിയവളാണ് ഞാനെന്ന് എനിക്കറിയാം. വിരിയുടെ പിന്നിൽ ഞാൻ കാണുന്നത് ഒരു കൂടാരം. അതിനുള്ളിൽ എൻ്റെ ഹൃദയത്തെ ഞാൻ അവിടെ കാണുന്നു. ദൈവം തൻ്റെ മഹത്വത്തിൽ അവിടെ പ്രകാശിക്കുന്നത് ഞാൻ കാണുന്നു. എന്നോട് അവിടുന്ന് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. എൻ്റെ ഹൃദയത്തിൻ്റെ ചലനത്തിനൊത്ത് ഈ സ്നേഹചുംബനവും ഈ അനുഭവവും ആവർത്തിക്കപ്പെടുന്നു. ഞാൻ നിങ്ങളോട് കൂടെയാണെങ്കിലും എന്നെ ചുറ്റിയിരിക്കുന്ന ഈ അഗ്നിഗോളം എന്നെ നിങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു. ഈ ആഗ്നേയവൃത്തത്തിൽ ഞാനും ദൈവവും മാത്രം. ദൈവത്തിൻ്റെ അഗ്നിയിലൂടെ ഞാൻ നിങ്ങളെ കാണുന്നു. അതിനാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നാൽ ഒരുത്തരെയും സ്വാഭാവിക സ്നേഹത്താൽ സ്നേഹിക്കാൻ എനിക്ക് സാധ്യമല്ല. ആത്മാവിനാൽ എന്നെ സ്നേഹിക്കുന്ന അവനെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂ. ഇസ്രായേലിൻ്റെ രാജ്യനിയമം അനുശാസിക്കുന്നത് എല്ലാ പെൺകുട്ടികളും ഭാര്യമാരാകണമെന്നും അമ്മമാരാകണമെന്നുമാണ്. എന്നാൽ ഈ നിയമം അനുസരിക്കുമ്പോൾ തന്നെ എന്നോട് മന്ത്രിക്കുന്ന ആ ശബ്ദത്തെയും ഞാൻ അനുസരിക്കണം. ഞാനൊരു കന്യകയായി തന്നെ ജീവിക്കണം. എനിക്ക് മാതാപിതാക്കളില്ല. അവരുണ്ടെങ്കിൽ തന്നെ അതൊരു ബന്ധനമാകുമായിരുന്നില്ല. ദൈവം എന്നോട് സംസാരിക്കുന്നത് പോലെ അവരോടും സംസാരിച്ചിട്ടുണ്ട്. അവർ നീതിയും സത്യവും അനുസരിക്കുമായിരുന്നു. അന്ന പറയുന്നു, പക്ഷേ മേരി, ഒരു മനുഷ്യൻ്റെ സ്നേഹം, ഇസ്രായേലിൻ്റെ നിയമം, ജീവിതം, ഇതെല്ലാം നിനക്കെതിരാണല്ലോ.
ഇസ്രായേലിൻ്റെ നിയമം മാറ്റപ്പെടുവാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാറ്റുവാൻ കഴിവുള്ള ഏകൻ ദൈവം വിചാരിക്കുന്നതിനേക്കാൾ അടുത്തെത്തിയിരിക്കുന്നു. കാരണം ദാനിയേലിൻ്റെ പുസ്തകം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പ്രകാശം എൻ്റെ ആഴങ്ങളിൽ നിന്ന് പൊങ്ങി വന്നു. ഞാൻ വായിച്ച നിഗൂഢാർത്ഥം എനിക്ക് മനസ്സിലായി. 70 ആഴ്ചകൾ എന്നത് നീതിമാന്മാരായ അനേകരുടെ പ്രാർത്ഥന നിമിത്തം ചുരുക്കപ്പെട്ടിരിക്കുന്നു. ഒരു പ്രവചനം ഒരിക്കലും തെറ്റില്ല. പക്ഷേ പ്രവാചകൻ പറയുന്ന സമയം കണക്കാക്കുന്നത് ചന്ദ്രൻ്റെ ഭ്രമണം അനുസരിച്ചാകുന്നു. തന്നിമിത്തം ഞാൻ പറയുന്നു, കന്യകയിൽ നിന്ന് ജനിക്കുന്ന ശിശുവിൻ്റെ കരച്ചിൽ കേൾക്കുവാനുള്ള സമയം അടുത്തിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്ന പ്രകാശം എന്നോട് വളരെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ആ ഭാഗ്യപ്പെട്ട അമ്മ എവിടെയാണെന്ന് എന്നോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിനെ രക്ഷിക്കുന്ന മിശിഹ, ദൈവത്തിൻ്റെ പുത്രൻ ഏത് സ്ത്രീയിൽ നിന്നാണ് ജനിക്കുന്നത് എന്നറിഞ്ഞിരുന്നെങ്കിൽ നഗ്നപാതയായി ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് കുളിരോ മഞ്ഞോ ചൂടോ പൊടിയോ വന്യമൃഗങ്ങളോ വിശപ്പോ വകവയ്ക്കാതെ ആ അമ്മയുടെ അടുത്തെത്തുമായിരുന്നു. എന്നിട്ട് ആ അമ്മയോട് ഞാൻ പറയും, നിന്റെ മേൽക്കൂരയുടെ കീഴിൽ എന്നെയും സ്വീകരിക്കണമേ. നിന്റെ ദാസിയായി, ക്രിസ്തുവിൻ്റെ ദാസരുടെ ദാസിയായി ഇവിടെ താമസിക്കുവാൻ അനുവദിക്കണമേ. നിന്റെ ധാന്യം പൊടിക്കുന്ന മില്ലും മുന്തിരി ആട്ടുന്ന ചക്കും ഞാൻ നടത്താം. നിന്റെ കുഞ്ഞിൻ്റെ തുണി അലക്കുന്നവളായി സ്വീകരിക്കണമേ. നിന്റെ അപ്പക്കുട്ടയിൽ ഞാൻ പണിയെടുക്കാം. നീ എന്താജ്ഞാപിക്കുന്നുവോ അത് ഞാൻ ചെയ്യാം. എന്നെ സ്വീകരിക്കൂ. എനിക്ക് അവനെ ഒന്ന് കാണുവാൻ, അവൻ്റെ ശബ്ദമൊന്ന് കേൾക്കുവാൻ. അവൾ എന്നെ ദാസിയായി സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ അവളുടെ പടിവാതിൽക്കൽ വിശപ്പും തണുപ്പും ചൂടും സഹിച്ചുകൊണ്ട് കാത്തുകിടക്കും, ഒരു ഭിക്ഷുവിനെ പോലെ. ഒരു ദിവസം ഒരപ്പക്കഷ്ണം അവൻ എനിക്ക് തരുമായിരിക്കും. ഓ, വിശപ്പ് കൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിലും അധികമായ പട്ടിണി കൊണ്ട് മോഹാലസ്യപ്പെട്ടാലും ആ അപ്പം ഞാൻ ഭക്ഷിക്കുകയില്ല. ഒരു സഞ്ചി നിറയെ മുത്തുകൾ എന്ന പോലെ അതിനെ ഞാൻ ചങ്കിനോട് ചേർത്ത് പിടിക്കും. അതിൽ കൂടെ ക്രിസ്തുവിൻ്റെ കൈകളുടെ പരിമളം ലഭിക്കുന്നതിന് അത് ഞാൻ ചുംബിക്കും. പിന്നീട് എനിക്ക് വിശപ്പോ ദാഹമോ ഉണ്ടാവില്ല. അതിൻ്റെ സ്പർശനം തന്നെ പരമാനന്ദ അനുഭവം നൽകും, ചൂടും പോഷണവും നൽകും. അന്ന പറയുന്നു, നീയാണ് രക്ഷകൻ്റെ അമ്മയാകേണ്ടത്. കാരണം നീ അവനെ അത്രയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണോ നീ കന്യകയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഓ, ഒരിക്കലുമല്ല. ഞാൻ ദുരിതവും ധൂളിയുമാണ്. ആ മഹത്വത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ പോലും ഞാൻ ധൈര്യപ്പെടുകയില്ല. താഴ്വരയിലെ ലില്ലിയുടെ തണ്ടുപോലെ ബലഹീനയാണ് ഞാൻ. ദൈവത്തിൻ്റെ പുത്രൻ സ്വർഗത്തിൽ തൻ്റെ മാതാവായി തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധിയെയാണ്. നമ്മുടെ റബ്ബിമാർ ഉന്നതങ്ങളിലേക്ക് തങ്ങളുടെ ചിന്തകൾ ഉയർത്തി സ്വഭാവാതീതമായ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നെങ്കിൽ എല്ലാറ്റിനും ഉപരിയായി പരിശുദ്ധി തങ്ങളുടെ അധ്യാപന വിഷയമാക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ രാജാവ് വരുമ്പോൾ പരിശുദ്ധി അവൻ കാണുമായിരുന്നു. സമാധാനത്തിൻ്റെ ഒലിവ് ശാഖകളോടുകൂടെ നിരന്നു നിൽക്കുന്ന ലില്ലി പുഷ്പങ്ങളും കാണുമായിരുന്നു. എന്തുമാത്രം രക്തം നമ്മുടെ രക്ഷകൻ ചിന്തേണ്ടിയിരിക്കുന്നു! ഓ, എന്തുമാത്രം! ദുഃഖത്തിൻ്റെ മനുഷ്യനിൽ ഏഷ്യ കണ്ടതായ അനേകായിരം മുറിവുകളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്നു. അശുദ്ധിയും ദൈവദൂഷണവും ഉള്ളിടത്ത് ഈ തിരുരക്തം വീഴുവാൻ അനുവദിക്കരുതേ. പരിമളമൊഴുകുന്ന പരിശുദ്ധിയുടെ കാസാകളിൽ അവ സ്വീകരിക്കപ്പെട്ട് ദൈവത്തിന് മരിച്ചവരായി ജീവിക്കുന്നവരുടെ ഇടയിലുള്ള രോഗികളുടെയും കുഷ്ഠരോഗികളുടെയും സുഖപ്രാപ്തിക്ക് അതുകട്ടെ. ക്രിസ്തുവിൻ്റെ വിയർപ്പും കണ്ണീരും പരിശുദ്ധമായ ലില്ലിപ്പൂക്കൾ കൊണ്ട് തുടയ്ക്കപ്പെടട്ടെ. രക്തസാക്ഷിത്വത്തിലുള്ള ആഗ്രഹത്തിന് അദ്ദേഹത്തിന് ലില്ലിപ്പൂക്കൾ നൽകപ്പെടട്ടെ. ഓ, നിന്നെ വഹിക്കുന്ന ആ ലില്ലി എവിടെയായിരിക്കും? നിന്റെ പൊരിഞ്ഞ ദാഹം ശമിപ്പിക്കുന്ന ആ ലില്ലി, നിന്റെ രക്തം കൊണ്ട് ചുവപ്പാകുന്ന ആ ലില്ലി, നീ മരിക്കുന്നത് കണ്ടുകൊണ്ട് മരിക്കുന്ന ആ ലില്ലി എവിടെയായിരിക്കും? നിന്റെ രക്തം വാർന്നുപോയ ശരീരത്തെ നോക്കി മരിക്കുന്ന ആ ലില്ലി എവിടെയായിരിക്കും? ഓ ക്രിസ്തു, ഓ ക്രിസ്തു, എൻ്റെ ആഗ്രഹമേ! മേരി നിശബ്ദയായി വികാരതരളിതയായി കരയുന്നു. അന്നയും കുറച്ച് സമയം മൗനമായിരുന്നു. പിന്നെ വികാരതരളിതയായി ചോദിക്കുന്നു, ഇനിയും എന്തെങ്കിലും എന്നെ പഠിപ്പിക്കാനുണ്ടോ മേരി? മേരി ഉണരുന്നു. അവളുടെ എളിമയിൽ അവൾ വിചാരിക്കുന്നുണ്ടാവണം അന്ന അവളെ ശകാരിക്കുകയായിരുന്നുവെന്ന്. അവൾ വികാരഭരിതയായി പറയുന്നു, ഓ എൻ്റെ ഗുരുനാഥേ, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ഇല്ലായ്മയാണ്. എന്നാൽ ഈ സ്വരം എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്.
നദി പൊട്ടി ഒഴുകുന്നത് പോലെ ഇപ്പോൾ അതെന്നെ മറികടന്ന് ഒഴുകിയതാണ്. എന്നാൽ അദൃശ്യമായ ഈ സാന്നിധ്യം എത്ര മധുരം നിറഞ്ഞതാണ്. ഞാൻ സന്തോഷത്താൽ നിറയുന്നു. അന്ന, നിന്റെ കൊച്ചുദാസിയോട് ക്ഷമിക്കൂ. അന്ന മേരിയെ പിടിച്ച് ആലിംഗനം ചെയ്യുന്നു. അന്നയുടെ ചുളിഞ്ഞ മുഖത്ത് മുഴുവൻ കണ്ണുനീർ തിളങ്ങുന്നു. ദൈവവചനത്തിൻ്റെ പേടകം തൻ്റെ പാപരഹിതമായ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നിത്യമായ അറിവിൻ്റെ വചനങ്ങൾ അവിടെ കാണുന്നു. ദൈവം അവിടെ എഴുതിയിട്ടുള്ളവയാണ് അവ. മേരിയുടെ അരൂപി സ്വർഗത്തിലായിരുന്നു. അവളുടെ ധാർമ്മിക ബോധവും ശരീരവും ഭൂമിയിലും.